സദസ്സും സഭയും അറിഞ്ഞ് മാത്രം സംസാരിക്കുക. ഇത് 2 ജനറേഷൻ ഉണ്ട്, മുതിർന്നവർ ഞാനടക്കം, പിന്നെ കുട്ടികൾ. സ്പീച്ചിന്റെ സ്വഭാവത്തിൽ അപ്പൊ നമ്മള് ഈ കുട്ടികളുടെ കൈയെടുക്കാനാണ് വലിയ പാട്. പ്രത്യേകിച്ച് അംബിക ടീച്ചർ, ഞാൻ ഒരു ഔപചാരികതയില്ലാതെ സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ. അംബിക ടീച്ചർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. മാത്രമല്ല ടീച്ചർ മഞ്ചേരിയിൽ നിന്നും ഈ സ്കൂളിൽ എത്തിയതിനു ശേഷം ടീച്ചറുടെ ഏറ്റവും വലിയൊരു സന്തോഷം ടീച്ചർക്ക് ടീച്ചറായി നിൽക്കാനും ടീച്ചറെ കൂടെ എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ടുള്ള കുറേ സഹപ്രവർത്തകരുള്ള ഒരു സ്കൂളാണ് ഇത് എന്ന് പറയുമ്പോൾ വലിയ ഒരു സന്തോഷമുണ്ട്. അപ്പോഴേ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള പല വിഷനും നമ്മുടെ സ്കൂളിൽ കാണിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറയുന്നത് മുഴുവൻ ഇവിടെയുള്ള മുതിർന്നവരൊക്കെ കേൾക്കും, പക്ഷെ കുട്ടികൾ ആരും കേൾക്കില്ല. അതുകൊണ്ട് ആ കുട്ടികളുടെ ശ്രദ്ധ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ ശ്രദ്ധിക്കില്ല. അപ്പം അതിനുവേണ്ടി ഞാൻ എൻ്റെതായ ചെറിയൊരു തന്ത്രം ഞാനൊന്ന് പ്രയോഗിക്കാം. അതിന് നമ്മുടെ അജ്നാസ് കൂടി എന്നോടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊരു ആഘോഷ രീതിയാണ്. ഞാൻ ഇളയൊരു സ്കൂളിൽ ഇതുപോലെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഗ്യാപ്പിന് അംബിക ടീച്ചർ പറഞ്ഞതുകൊണ്ട് മാത്രം വന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. വരാൻ ഭയങ്കര ഇഷ്ടമാണ്, സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വരാതിരിക്കൂല. അതെനിക്ക് വലിയ ഫീലിംഗ്. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ കുട്ടികളുടെ ഒരു ശ്രദ്ധ കണ്ടുപിടിച്ചിരിക്കാൻ ചെറിയൊരു തന്ത്രം ഞാൻ പ്രയോഗിക്കട്ടെ. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വീട്ടിൽ മുഴുവൻ കാക്കകൾ ഒന്നും നിറയാണ്ട് കുറെ കുട്ടിക്കാക്കൾ തന്നെ. ഇനി ഇവരുടെ ശ്രദ്ധ തെറ്റാതിരിക്കണം, അതാണ് ശ്രദ്ധിക്കട്ടെ. കുട്ടികളൊക്കെ ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഇനി ഞാൻ ചെറിയൊരു കഥ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കുന്നത് എനിക്ക് ഉറപ്പാണ്. കുട്ടികൾ കേൾക്കണം, അധ്യാപകരും കേൾക്കണം. കുറച്ചൊക്കെ കുറച്ചുള്ളൂ മജിനാസ് പറഞ്ഞത് അവർക്ക് വ്യക്തമായിക്കോട്ടെ കേട്ടോ. ബാക്ക് വോയിസ് ഉണ്ടല്ലോ, ഒരു കുറച്ച് ഒരു പുട്ടിക്ക് ബാക്ക് വോയിസ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കഥയൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഞാൻ നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ. അപ്പൊ നിങ്ങളൊരു കുറച്ച് നേരം അവിടുത്തെ പല സംഗതികൾ ഒഴിവാക്കിയിട്ട് ഒന്ന് എൻ്റെ അടുത്തേക്ക് നോക്കിയിരുന്ന നമുക്ക് ചിരിക്കാം, കളിക്കാം. നിങ്ങൾ റെഡിയാണോ? ബോറടിപ്പിക്കൂല. ബോറടിപ്പിച്ചാൽ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ പോവാ. ഓക്കെ? ഇഷ്ടപ്പെട്ടാലോ? ഇഷ്ടപ്പെട്ടാൽ എന്താ വരിക? അടിപൊളി. അങ്ങനെ കൈ പോരാ, ബാക്കിലൊന്നും വന്നിട്ടില്ല. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യാ? ആ കയ്യിൽ വരുമ്പോഴാണ് എനിക്കിങ്ങനെ എനർജി വരിക. അപ്പൊ ഞാൻ എൻ്റെ ഇളയൊരു സ്കൂളൊക്കെ മറക്കും, ഇവിടെ തന്നെ അങ്ങനെ കൂടും കേട്ടോ. അപ്പൊ ആ കയ്യിൽ എപ്പോഴും വേണം. ഈ കഥ കേൾക്കണം നിങ്ങൾക്ക്. ഇത് ഫ്രാൻസ് എന്ന രാജ്യത്ത് അവിടുത്തെ ഒരു ലിറ്റററി ക്ലബ്ബ് ഒരു കഥാരചനാ മത്സരം നടത്തി. എത്ര സമ്മാനങ്ങൾ നിങ്ങൾ വെച്ച് എത്ര രൂപയാണ്? 12 ലക്ഷം രൂപ. എത്രയാണ്? 12 ലക്ഷം രൂപ. പക്ഷെ ഈ കഥയ്ക്ക് എത്ര വരിക വേണ്ടത്? 6 വരിക വേണ്ടത്. അതിൽ കൂടാൻ പാടില്ല. അപ്പൊ ഒരു വരിക്ക് എത്ര ലക്ഷം രൂപയായി? എത്രയായി ടീച്ചറെ? എത്രയായി ഒരു വരിക്ക്? 2 ലക്ഷം. ഒരു വരി എഴുതിയാൽ 2 ലക്ഷം. അവിടെ സ്റ്റമക് ഹീറ്റ്സൺ എന്നൊരു കക്ഷിക്കാണ് അതിൽ 1ാം സ്ഥാനം കിട്ടിയത്. ആ കഥ 6 വരിയേ ഉള്ളൂ. അവിടെ ബോറടിയില്ല. ഞാൻ വളരെ പെട്ടെന്ന് ആ കഥയുടെ ചുരുക്കം ഒന്ന് പറയാം. ശ്രദ്ധിച്ച് കേൾക്കോ? അയാൾ ആ വ്യക്തി പതിവ് പോലെ ജോലിക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് റോഡിന്റെ അപ്പുറത്തുള്ള വലിയ അപ്പാർട്ട്മെന്റിൽ
15ാമത്തെ നില, അതിന്റെ ഹൈറ്റ് നോക്കണം മക്കളെ, 15ാമത്തെ നിലയിൽ ഒരു കൊച്ചു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. ആ കുട്ടി അയാളെ നോക്കി, അയാൾ കുട്ടിയെയും നോക്കി. ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന പ്രായം. അപ്പൊ ഈ കുട്ടി ഇയാളെ കണ്ട് ചിരിച്ചപ്പോൾ ആ കുട്ടി എന്താണ് ആ ഒരു മൃദുവായ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞു വിരലുകൾ ഉണ്ടല്ലോ കുട്ടിയുടെ, അത് ഇങ്ങനെ ഒരു തൂക്ക് രൂപത്തിൽ വെച്ചിട്ട് അയാളെ നോക്കിയിട്ട് ബസ് സ്റ്റോപ്പിൽ, റോഡും കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അയാളെ നോക്കിയിട്ട് ഷൂട്ട്. അപ്പൊ ഇത് കണ്ടതും ഇങ്ങനെ എന്ത് ചെയ്തു, കുട്ടിയെ രസിപ്പിക്കാൻ വേണ്ടി അയ്യോ പറഞ്ഞ് ഇരിക്കുന്ന ഇരിപ്പുറത്ത് താഴത്തേക്ക് അങ്ങോട്ട് ചാടി. അവൻ കുട്ടി കൈ കൊട്ടി ചിരിച്ചു. അപ്പൊ അത് ഭയങ്കര രസകരമായ ഒരു സംഭവമായിട്ട് അയാൾക്ക് തോന്നിയോണ്ട് എന്നും ഇങ്ങനെ പോകുമ്പോ കുട്ടി ഈ കുഞ്ഞി കൈവിരൽ വെച്ചിട്ട് വീണ്ടും വന്നു പറഞ്ഞിട്ട് ആ ഇരിപ്പുറത്ത് താഴെ കുട്ടിയെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഇയാൾക്ക് തോന്നി കുട്ടിയെ ഒന്നും കൂടി രസിപ്പിക്കാൻ വേണ്ടിയിട്ട്, ശ്രദ്ധിച്ച് കേൾക്കണേ, ഇദ്ദേഹത്തിൻ്റെ ഈ മുതിർന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പരുക്കനായ കൈവിരലുകൾ, റഫായിട്ടുള്ള ആ കൈവിരലുകൾ ഒരു തൊക്ക് രൂപത്തിൽ ചൂണ്ടിക്കൊണ്ട് കുട്ടിക്ക് നേരെ വെടിയുന്നു. അപ്പൊ ഈ കൊച്ചുകുട്ടി എന്ത് ചെയ്തു, 5ാം നിലയിൽ നിൽക്കല്ലേ, കുട്ടി അങ്ങേരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടോ അതിൽ ഉൾക്കൊണ്ടുകൊണ്ടോ അമ്മേന്ന് പറഞ്ഞിട്ട് നെഞ്ചത്ത് വെട്ടിക്കൊണ്ട പോലെ അഭിനയിച്ചിട്ട് ആ 15ാം നിലയിൽ നിന്നും താഴത്തേക്ക് അങ്ങോട്ട് ചാടി. ആ കൊച്ചുകുട്ടി താഴെ തറയിൽ വീണ് തല പൊട്ടി, നട്ടെല്ല് പൊട്ടി, ചോര വാർന്നൊലിച്ച് ആ കുട്ടി മരിച്ചു. കഥ ഇതാണ്. എൻ്റെ കുട്ടികൾക്ക് അതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ അധ്യാപകർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ അധ്യാപകരുടെ കൈകൾ പരുഷമാണ്, പരുക്കനാണ്. കൊച്ചു കുട്ടികളുടെ കൈ മൃദുലമാണ്. ഇതിൻ്റെ ആശയം ഇവിടുത്തെ ഓരോ അധ്യാപകരും ക്ലാസ്സിൽ പോകുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ, അവർക്കത് ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ഒരു നിമിഷത്തിൽ ഈ കഥയല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്? പക്ഷെ കുട്ടികൾക്ക് രസിപ്പിക്കാൻ നമ്മളത് കുറേ ഐറ്റംസ് ഇനിയുണ്ട്. ആ കൈയടിക്കണം, മക്കൾക്ക് കുറേ പേർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് അംബിക ടീച്ചറോട് പറയാനുള്ളത്, അംബിക ടീച്ചറോട് ഞാൻ പറഞ്ഞിരുന്നു, പറയട്ടെ ടീച്ചറെ, അംബിക ടീച്ചറോട് ഞാൻ പറയുന്നു, ഈ വടശ്ശേരി സ്കൂളിലൊക്കെ ഒന്നെങ്കിൽ മമ്മൂട്ടി, അല്ലെ സാറേ, ഒന്നെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ, ദുൽഖർ സൽമാൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരണ്ടേ. അപ്പോൾ ടീച്ചർ അയ്യോ ഫണ്ടിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്, പിന്നെ ഇവരുടെ ഒക്കെ ഡേറ്റ് ഒരു വിഷയമല്ലേ സാറേ, അതുകൊണ്ടാണ് ഞാൻ സാറെ വിളിച്ചിരിക്കുന്നത്, സാറാകുമ്പോൾ ഇവരൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നു. ഞാനെങ്ങനെ ഇവരൊക്കെ കൊണ്ടുവരിക? അപ്പോൾ അതിൻ്റെ ഒരു തന്ത്രം, അതിൻ്റെ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേരെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. ഇഷ്ടാവോ? എങ്കിൽ അജ്നാനെ നമുക്ക് കുറച്ച് മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഒരു സാധനം ഇങ്ങോട്ട് പോവാം. സാധാരണ ഫിഗർ ഷോയിലൊക്കെ കാണുന്ന പോലെ മ്യൂസിക്, കോസ്റ്റ്യൂം, വിഗ്, അങ്ങനെ വേഷവിധാനങ്ങൾ ഇതൊന്നും ഉണ്ടാവില്ല. ഒരു കാരിക്കേച്ചർ ഷോയാണ്. നിങ്ങളുടെ മുന്നിൽ കുറച്ച് പേര് കടന്നു വരും. നിങ്ങൾക്കത് ഇഷ്ടമായാൽ നിങ്ങൾ കൈയടിക്കുക. നിങ്ങൾ ഇഷ്ടാവുമല്ലോ എന്നറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഡോസിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ഈ വേദിയിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. കൊണ്ടുവരട്ടെ? നിങ്ങൾ വെയിറ്റ് ചെയ്യൂലേ? ജസ്റ്റ് ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വെയിറ്റ് ചെയ്യൂലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ആരെയാണ് കൊണ്ടുവരുന്നത്? ആദ്യം കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെയാണ്. നമുക്കറിയാം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു നല്ല ഒരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാറ്. അതോടൊപ്പം തന്നെ നമുക്ക് അതുപോലുള്ള പല രാഷ്ട്രീയ നേതാക്കളെയും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഉമ്മൻചാണ്ടി സാറുടെ മ്യൂസിക് പ്ലേ ആവുണ്ടോ നമുക്ക് നോക്കാം.
കൗണ്ടർ വന്നിരിക്കുകയാണ്. ഓക്കെ, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ്. മാക്സിമം വോളിയം കൊടുക്കൂ. ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് വിളിക്കല്ലേ? നിങ്ങൾ റെഡിയാണോ? ഉമ്മൻചാണ്ടി സാറ്, വീര വീര നേതാവേ, നിങ്ങൾ ഏറ്റു പറയൂ. വീര വീര നേതാവേ. അടിപൊളി. ഞങ്ങളുടെ വടശ്ശേരി സ്കൂള് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീര വീര നേതാവേ. വടശ്ശേരി എന്ന സ്കൂളിനെ കുറിച്ച് അങ്ങ് നിയമസഭയിൽ വരെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ദേശീയ പ്രസിഡന്റും മുഹമ്മദ് നിൽക്കുന്നുണ്ട്. അദ്ദേഹമൊക്കെ എന്നെ പലപ്പോഴായി വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷേ ഉദ്യോഗസ്ഥന്മാരൊന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞാൻ കുറച്ച് മാനുഷികമായി പെരുമാറുന്നത് കൊണ്ട് ഭയമില്ല, പക്ഷെ ഇഷ്ടമാണ് എല്ലാവർക്കും. അംബിക ടീച്ചറാണ് സ്വർഗത്തിലേക്ക് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അംബിക ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ വന്ന് എൻ്റെ സ്കൂളിലേക്ക് എൻ്റെ കുട്ടികളെ മാക്സിമം ചിരിപ്പിക്കണം, അവർക്ക് ഫണ്ടൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിലമ്പൂരില് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള കുറച്ച് ദാക്ഷ്യമുള്ള ഒരു നേതാവുണ്ട്. ആരാത്? കെട്ടിയ പ്രസിഡന്റ് അറിയാമോ? നിലമ്പൂരിലെ നമ്മൾ മരണപ്പെട്ടു പോയ അദ്ദേഹം അവിടെ ഉണ്ട്, സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കറക്റ്റാണ്. ആചാരൻ മുഹമ്മദ് സാറിനെ കൂടി ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പേടിയാ, നിങ്ങളുടെ കാര്യം ഒന്ന് നടക്കും. ആചാര ഇന്ന് വന്നോളൂ. GHS വടശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്വന്തം സ്കൂളാണ്. ഇതാദ്യമാണ് സംസാരിക്കുന്നത് മനസ്സിലായി. ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിരിക്കും. പക്ഷേ വടശ്ശേരി സ്കൂളിന്റെ കാര്യത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ അതിനുള്ള It is not a big project. It is only a small project. നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇല്ലെങ്കിൽ മലപ്പുറത്തുനിന്നുള്ള വ്യക്തികളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ അറിയും. മനസ്സിലായില്ലേ? എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ ഫണ്ടിന്റെ കാര്യം ക്ലിയർ ആയിട്ടുള്ളത്. ഇവിടെ സ്വർഗത്തിലേക്ക് വലിയ സുഖമാണ് കേട്ടോ. ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയം ഒന്നുമില്ല. അപ്പൊ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ഒരു നേതാവിനെ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ആരാന്നറിയോ? സഖാവ് എന്ന പദത്തിന് 100% ടിക്ക് കൊടുക്കാവുന്ന ഒരു നേതാവ് സ്വർഗത്തിലുണ്ട്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനാ. അയാളത് നമ്മുടെ പ്രിയപ്പെട്ട
എസ് അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ സഖാവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ചു ഇന്ന് വന്നോളൂ, അങ്ങനെ പ്രശ്നമൊന്നുമില്ലാന്ന്. നമ്മുടെ സ്വന്തം സ്കൂളാ വടശ്ശേരി സ്കൂള്. അങ്ങ് വന്നാ മതി എന്നേ, സമയം കളയാതെ വന്നേനെ. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് വടശ്ശേരിയിലെ കുട്ടികൾ മുഴുവൻ. പ്രിയമുള്ള കുട്ടികളെ കുട്ടികളെ കുട്ടികളെ, വിവരമില്ലാത്ത പൊളിറ്റീഷ്യന്മാർ പറയുന്നത് പോലെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസംഗം എന്റെ കയ്യിൽ നിന്നും ഉണ്ടാവുകയില്ല. മറിച്ച് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ശ്രീമാൻ മമ്മൂട്ടിയെയോ ശ്രീമാൻ മോഹൻലാലിനെയോ ഈ വടശ്ശേരി സ്കൂളിലേക്ക് ഞാൻ കൊണ്ടുവരാമെന്ന് വാക്ക് തരികയാണ്. പ്രിയമുള്ളവരെ, ഒന്നെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ എന്നാണ് നമ്മൾ സഖാവ് പറഞ്ഞിട്ടുള്ളത്. ആരെ കൊണ്ടുവരേണ്ടത് നിങ്ങൾ പറയൂ. കേട്ടില്ല? മോഹൻ മമ്മൂ എന്നാ കേൾക്കണേ. ആരാണ്? നമുക്കൊരു കാര്യം ചെയ്യാം, കണ്ടുപിടിക്കാം. നിങ്ങൾ ക്ലാപ്പ് ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ ക്ലാപ്പ് ആർക്കാ കിട്ടണമെന്ന് നോക്കാം. മമ്മൂട്ടിക്കാണോ മോഹൻലാലിനാണോ നോക്കാം. പേര് പറയുമ്പോ ക്ലാപ്പ് ചെയ്യണേ. മമ്മൂട്ടി. മമ്മൂട്ടി. അപ്പൊ നമ്മുടെ ലാലേട്ടനെ വേണ്ടേ? ഇന്റർവ്യൂലൊക്കെ വിളിച്ച് മോഹൻലാൽ. ഇത് മുഴുവൻ കയ്യടിയാണ്. അപ്പൊ എന്താ ചെയ്യാ? തോറ്റെന്നാ പറഞ്ഞത് നമ്മുടെ PTA പ്രസിഡന്റ്. നമുക്കൊരു കാര്യം ചെയ്യാം. സീനിയർ ആയിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ വെച്ച ഒരു സീനിയോറിറ്റിക്ക് ഒരു പരിഗണന കൊടുക്കണല്ലോ. നമുക്ക് ഇത്രയും കയ്യിലൊന്നും വേണ്ട, 2 പേരുള്ളൂ. ആദ്യം നമുക്ക് നമ്മുടെ ഇച്ഛാക്ക് പത്മശ്രീ ട്രിപ്പിൾ ഭരത് മെഗാസ്റ്റാർ മമ്മൂട്ടി ഇവിടെ കടന്നു വരികയാണ്. അദ്ദേഹം വരുന്നത് മധുര രാജ പൊക്കിരി രാജ മമ്മൂട്ടിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ മെഗാസ്റ്റാർ ഭരത് മമ്മൂട്ടി. ഇഷ്ടമായോ? അപ്പൊ നിറഞ്ഞ കൈയടിയായതുകൊണ്ട് നമ്മുടെ ലാലേട്ടനെയും കൂടി ഒന്ന് വിളിക്കണ്ടേ? ലാലേട്ടൻ നമുക്ക് വിളിക്കാൻ പോവാണ്. ലാലേട്ടൻ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന് 2 പാട്ടായിട്ട് വന്നൊരു സിനിമ ഉണ്ട്. ഏതാണത്? ലൂസിഫറിലെ ലാലേട്ടനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ, നമ്മുടെ ഹൃദയം കവർന്നിട്ടുള്ള നമ്മുടെ നെഞ്ചകത്ത് താരം മോഹൻലാൽ.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ THSS വടശ്ശേരിയിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വരാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നിങ്ങളൊക്കെ എൻ്റെ കുട്ടികളാണ്. എൻ്റെ ഒക്കത്ത് കയറിയ ഒരു കൊച്ചു കുട്ടി ഉണ്ടാക്കി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. നിങ്ങളൊരു ഇഷ്ടമുണ്ടോ? വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയോ? ആകെ പ്രശ്നമായി എനിക്ക് തോന്നുന്നത്. അംബിക ടീച്ചറെ ആകെ കുടുങ്ങിയിട്ടുണ്ട്. ടീച്ചർ റൂമിന്റെ മുന്നിൽ ഒരു കാറ് സ്പീഡ് വന്ന് ബ്രേക്കിട്ടുണ്ട്. അതിന് ഒരാള് ചാടി ഇറങ്ങിയിട്ട് അയാൾ പറയണെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിൽ സൂപ്പർ താരങ്ങൾ 2 അല്ല 3 എന്നെന്താ മറക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ ഇങ്ങനെ പറയണേ. ആരാള് മനസ്സിലായോ? അയാളിങ്ങനെ പറയ ഇങ്ങോട്ട് കേൾക്ക. അയാൾ പറയാണ് THSS വടശ്ശേരി, അത് ഞാൻ അങ്ങോട്ട് എടുക്കുക, അതെന്റേതാണ്, വരരുത്, വരരുത്. ഭയങ്കര പ്രശ്നമാണ്. മന്ത്രിയൊക്കെ ആള് പിന്നെ വലിയ ചൂടനുമാണ്. ഒന്ന് വിളിക്കല്ലേ, ഒന്ന് വിളിക്കല്ലേ, വലിയ പ്രശ്നമൊക്കെ കാണും. ഉപരി ഭയങ്കര ദേഷ്യക്കാരാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട 3ാമത്തെ സൂപ്പർ താരം സുരേഷ് ഗോപി ചേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സമയം ഒരുപാട് കവർന്നെടുക്കുന്നുണ്ടോ എന്നുള്ള അറിയില്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ടട്ടെ. ഇഷ്ടാവോ നിങ്ങൾക്ക്? ഇദ്ദേഹം ഒരു നാടൻ പാട്ട് കലാകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ഒരു സിനിമ താരമാണ്, സർവോപരി ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ്. ആരാണത്? നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ. അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കഥാപാത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മരണം മുൻകൂട്ടി കണ്ടറിഞ്ഞുള്ള ഒരു പാട്ടിനനുസരിച്ച് ആ സിനിമയിലെ കഥാപാത്രം കടന്നു വരുന്നു. അന്ധനായ ആ ഗായകൻ സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിലെ തന്നി കളിച്ചൊരു പൊൻസൂര്യൻ നെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. നെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ. പടിഞ്ഞാറ് സൂര്യൻ തലയിൽ മറയുന്ന സൂര്യൻ
എനിക്ക് ഭയങ്കര എനർജി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ എന്താ നല്ലൊരു പ്രത്യേക സുഖമാണ്. അപ്പൊ എനിക്ക് നിങ്ങളെ വിട്ട് പോകാനേ തോന്നില്ല. പക്ഷെ സമയം കുറെ ആയില്ല അംബിക ടീച്ചറെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അംബിക ടീച്ചർ ഇങ്ങനെ പോന്നട്ടെ കാരണം എൻ്റെ കുട്ടികളെ ഒരുപാട് ചിരിപ്പിക്കണമെന്ന് ടീച്ചർ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഞാൻ അവരുടെ ഒരു കാലഘട്ടത്തിലുള്ള ഒരാളുടെ ശബ്ദം ഞാൻ നവീകരിക്കാം. ആരാണത്? ജോർജ് സാറിന്റെ ശബ്ദം ഞാൻ നവീകരിക്കട്ടെ. ജോർജ് സാർ മനസ്സിലായില്ലേ? തുടരും എന്ന സിനിമയിൽ നമുക്ക് മോഹൻലാലിനോളം ഇഷ്ടമുള്ള ജോർജ് സാറ് നമ്മുടെ വടശ്ശേരി സ്കൂളിൽ വന്നാൽ അദ്ദേഹം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കഴിഞ്ഞ 36 വർഷമായടാ ഞാൻ സർവീസിൽ ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഉദ്ഘാടനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുളമായിട്ടുമുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് യാതൊരുവിധ റിഗ്രറ്റ്സും ഇല്ലടാ. ഇനിയിപ്പോ ഈ സ്റ്റേജിൽ നിന്നും DYSP മെഡലും വാങ്ങി, പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്നൊരു മൊമെന്റായും വാങ്ങി, HMന്റെ സ്നേഹവും സ്വീകരിച്ച്, നിങ്ങളുടെ കയ്യടിയും വാങ്ങി ഈ സ്റ്റേജ് ഞാൻ വിട്ടിറങ്ങുമ്പോൾ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാണ് എന്ന് പറയില്ല. മറിച്ചെന്താ പറയാ? ജോർജ് സാറ് പുതിയ ജോർജ് സാറായി, ഒരു നല്ല മനുഷ്യനായി. ഓക്കെ, നമ്മുടെ പ്രിയപ്പെട്ട വിനായകൻ ചേട്ടൻ ഇവിടെ വരികയാണെങ്കിൽ, വിനായകൻ നമ്മുടെ പുതിയ കുട്ടികൾക്ക് വേണ്ടി വിനായകൻ ഭയങ്കര ചൂടനാള് കക്ഷി അല്ലേ? വിനായകൻ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും സംസാരിക്കാം? പ്രിയമുള്ളവര്, ഞാനാണ് വിനായകനാണ്. എന്താണ് കയ്യൊന്നും ഇല്ലേ? ഞാനെന്താ കത്തുപോയത് കൊണ്ടാണോ കയ്യടി ഇല്ലാത്തത്? അതോ താങ്കൾ സമുദായക്കാരനാണോ? എനിക്കിഷ്ടായി. സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും മര്യാദ പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഇവിടെ ഒരു അതിഥിയായിട്ടൊക്കെ എത്താൻ പറ്റി എന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ വിനായകൻ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ കോഴിക്കോട്ടുള്ള ഒരു സൂപ്പർ കൊമേഡിയൻ, ഇന്നും റീൽസുകളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ കൊമേഡിയൻ ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട മാമുക്കോയ. അദ്ദേഹമാണ് ഇവിടെ വരുന്നതെങ്കിൽ ഉച്ചനേരായതുകൊണ്ട് നല്ല രസമുണ്ട്. നല്ലൊരു കലോത്സവമായിട്ട് സദ്യ ഉണ്ടാക്കിയത് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? നിങ്ങളെ ചെറുപ്പിച്ചാൽ മതി പറഞ്ഞാണ്. ചിക്കൻ ബിരിയാണി അല്ലാതെ നല്ല ഉപ്പേരും അച്ചാറും സാമ്പാറും കുറച്ച് ചോറും അത് മതി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ന്യൂ ജനറേഷനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഹോം എന്ന സിനിമ തുടങ്ങിയിട്ട് ഇങ്ങനെ അറ്റം ഹൃദയപൂർവ്വം എന്ന സിനിമകൾ വരെ വന്ന് കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻസ് ചേട്ടനും ഈ ഹൃദയപൂർവ്വത്തിൽ തന്നെ നല്ലൊരു കഥാപാത്രം ചെയ്തുള്ള ജനാർദ്ദനൻ ചേട്ടനും ചേർന്നുള്ള ഒരു കോംബോ സീൻ ഞാനത് അവതരിപ്പിക്കാം. ഇഷ്ടമാണോ ഇന്ദ്രൻസിനെ? ഇവർ രണ്ടുപേരും നമ്മുടെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ പടത്തലവൻ കുങ്കനും പഴശ്ശിരാജയുമായി വരികയാണെങ്കിൽ, പഴശ്ശിരാജയായിട്ട് ശ്രീ ജനാർദ്ദനൻ, പടത്തലവൻ കുങ്കനായിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇന്ദ്രൻസ് ചേട്ടൻ. ഈ കൊട്ടാരത്തുള്ള രഹസ്യങ്ങൾ മുഴുവൻ ബ്രിട്ടീഷുകാർക്ക് എത്തിക്കുന്നത്. ഈ കൊട്ടാരത്തുള്ള രഹസ്യങ്ങൾ ഞാൻ ബ്രിട്ടീഷുകാർക്ക് എത്തിക്കുന്ന പോലെ ബ്രിട്ടീഷുകാരുടെ രഹസ്യങ്ങൾ ഞാൻ ഇവിടെയും കൊണ്ടുവന്നുണ്ടല്ലോ. അത് തോന്നി തിന്നിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. അത് ഞാൻ അറിയില്ല. ഇവരെ ശ്രമിച്ച നിനക്കെത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയൊക്കെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ, ഇങ്ങോട്ട് ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടി എല്ലാ അംബിക ടീച്ചർക്കും, അതുപോലെ
എൻ്റെ കുറേ സഹപ്രവർത്തകർ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അതിലുപരി നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള മക്കളാണ് കുട്ടികളെ. ഒരു ശരിക്കും നല്ലൊരു ഭാവി, ശോഭനമായ ഒരു ഭാവി. കാരണം ഇവിടെ ഒരുപാട് സ്കൂളുകൾ പോകുന്നതാണ്. ഞാൻ ഇവിടെ വരുമ്പോഴും മാനവേദൻ സ്കൂളിലേക്ക് വിളിച്ച് എങ്ങനെ പോയിക്കൊണ്ട് കുറേ സ്കൂളുകൾ കാണുന്നു. പക്ഷെ വെരി എനർജറ്റിക്, നന്നായി ചിരിക്കാൻ അറിയുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യത്വമുള്ളവരാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഒരു 1500 വേദികൾ പിന്നിട്ട് കഴിഞ്ഞു. 1000 വേദികൾ പിന്നിട്ട സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കയ്യിൽ നിന്നും ഒരു അവാർഡ് സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അതിൻ്റെ കാരണം എൻ്റെ പെർഫോമൻസിൻ്റെ മികവല്ല, മറിച്ച് ഞാൻ എൻ്റെ എല്ലാ പ്രോഗ്രാമും ഡെഡിക്കേറ്റ് ചെയ്യുക ഇന്ത്യൻ മതേതരത്വത്തിനും വേണ്ടിയിട്ടാണ്. എന്ന് പറയുന്നത് ഇന്ത്യൻ മതേതരത്വത്തിന് മുമ്പിൽ ഞാൻ സമർപ്പിച്ചത് കൊണ്ടാണ്, 1000 വേദികൾ സമർപ്പിച്ചതുകൊണ്ടാണ് ആ ഒരു ബഹുമതി എനിക്ക് കിട്ടിയത്. 2000-ലേക്കുള്ള കുതിപ്പാണ്. നടക്കട്ടെ. 1500-ലധികം കഴിഞ്ഞിരിക്കുകയാണ്. ഈ വേദിയും ഞാൻ നമ്മുടെ ദേശീയതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ജാതി, മത, വർണ്ണ, വർഗ, ആചാര, ആഘോഷ, വേഷ, ആഹാര വ്യത്യാസങ്ങൾക്ക് അതീതമായി പ്രിയപ്പെട്ട കുട്ടികളെ, വി ആർ ഇന്ത്യൻസ്. ഗസയിലൊക്കെ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? കേരളം പോലുള്ള ഒരൊറ്റ സംസ്ഥാനമേ നമ്മുടെ ഭാഗ്യമാണ് ഇവിടെ ജീവിച്ചത് കേട്ടോ. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞത് ഭൂമിശാസ്ത്രപരമായിട്ടും അതാണ്, സ്വഭാവത്തിലും അതാണ്. വർഗീയതയുടെ ഒരു ഇറ്റ് വിഷം പോലും ഇപ്പോഴും കേരളത്തിൽ വീണിട്ടില്ല. അതൊരു ഭാഗ്യമാണ്. അത് തുടരുക. ഹർഷാരവം മുഴങ്ങട്ടെ, കൈകൾ ഉയർന്ന് പൊങ്ങട്ടെ. ഇത്രയും ആവേശകരമായ ഒരു പ്രോഗ്രാം എനിക്ക് തോന്നി GHS വടശ്ശേരിയുടെ ചരിത്രത്തിൽ നമ്മൾ ഈ ഒരു തിരുമുറ്റത്ത് കണ്ടിട്ടില്ല. നല്ലൊരു കഴിവില്ല. സാറിന് എല്ലാവരും എഴുന്നേറ്റ്